ഇങ്ങോട്ട് വാ, അങ്ങോട്ട് നടക്ക്. നോക്കി പോ. നോക്കി നടക്കടി. എന്താ ഗ്രാമത്തലവാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഇതുവരെയായിട്ട് നമ്മുടെ നാട്ടില് 8 കുട്ടികളെ കാണാതായിട്ടുണ്ടെന്നാ കേട്ടത്. ഇതുപോലൊരു സംഭവം മുമ്പ് നടന്നിട്ടേ ഇല്ല. കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തിയ മക്കളെ നരിയാണോ നായാണോ കൊണ്ടോയോന്ന് അറിയാത്ത ജീവിതം ചത്തുപോകുന്നത് ഇതിലും നല്ലത്. ഇതൊക്കെ ആലോചിക്കുമ്പോ നെഞ്ചു വിങ്ങി പൊട്ടുവോ മുതലാളി. ഇനി ആരും കുട്ടികളെ നഷ്ടപ്പെട്ടിട്ട് എന്നെ പോലെ ജീവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആരും ഇവിടെ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വേദന മക്കൾ നഷ്ടപ്പെടുത്താന്ന് കേട്ടിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്ക്. ചേട്ടാ, ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ? ആദ്യം പോലീസിനെ ഇൻഫോം ചെയ്യേ, അപ്പോഴല്ലേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുക. ഇവിടെ പോലീസ് ഒന്നും വരാൻ ഇതുവരെ ഈ മണ്ണില് പോലീസുകാർ വന്നിട്ടില്ല. ഇതൊക്കെയാണ് നിങ്ങൾ വലിയ കാര്യമായിട്ട് കരുതുന്നേ? പോലീസ് വന്ന മോശമാണെന്ന് വിചാരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതെ അതെ, പോലീസ് വന്നാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. ഇത് പ്രശ്നമാവുമല്ലോ. സ്റ്റാർട്ടിങ് ഇതാ. നമസ്കാരം സർ. നമസ്കാരം. എത്ര പിള്ളേരെ കാണാതെ പോയിട്ടുണ്ട്? 8 കുഞ്ഞുങ്ങളാണ്. 8 പിള്ളേരെ? ഇത്രയും പിള്ളേരെ കാണാതായിട്ടും 1, 2, 3 നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുവായിരുന്നോ? എന്ത് ചെയ്യുമായിരുന്നു നിങ്ങള്? പറയണോ. ഇതുകൊണ്ടാ നിങ്ങളുടെ നാട്ടിലൊരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ക്രൈം ഒക്കെ നടക്കുമായിരുന്നോ? എന്തിനാ സാറേ പഴയ കഥയൊക്കെ പറയുന്നേ? ആദ്യം കുഞ്ഞുങ്ങളെ കണ്ടെത്തി താ സാറേ. നിങ്ങളുടെ കുട്ടിയാണോ കാണാതെ പോയത്? നരി പിടിച്ചോണ്ട് പോയെന്ന് സ്വാമി പറഞ്ഞു സാർ. സ്വാമിയാ? അത് സ്വാമിയാ പറഞ്ഞേ. ആരാ മന്ത്രവാദി? ഇതൊക്കെ നിന്റെ പണിയാണോ? സാറേ, ഇതെന്റെ അനിയനാ. അനിയനോ? നാട്ടിലൊരു സമാധാനം. രാത്രി ഉറക്കമില്ലാതെ എല്ലാവരും പേടിച്ചിട്ടാ സാറേ ജീവിക്കുന്നത്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്ക്. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. എത്ര നാളായിട്ട് പറയുന്നു, ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? എടാ കോൺസ്റ്റബിളെ, എല്ലാവരുടെയും കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കേ. വാങ്ങാം സാർ. ഇവനെ കണ്ടാലും എനിക്കൊരു സംശയമുണ്ട്. അയ്യോ, നമ്മളെ പിടിക്കുമെന്നാ തോന്നുന്നേ. ആദ്യമായിട്ടാണ് ഈ നാട്ടില് പോലീസ് വരുന്നത്. പോലീസ് വന്നല്ലോ. പോലീസ് ഇല്ലാതെ ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത്? എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിലാണോ തീരുമാനിക്കുന്നത്? ഭയങ്കര കഷ്ടം തന്നെ. അല്ല ബ്രോ, പോലീസ് എൻക്വയറി ചെയ്തെല്ലാം ഷൂട്ട് ചെയ്തില്ലേ? അല്ല, പോലീസ് വന്നില്ലേ? ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതല്ല, ഇനി നമ്മുടെ നാട്ടില് ഒരു കുഞ്ഞിനും കൂടി നഷ്ടപ്പെടാൻ പാടില്ല. അൻപ്, നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകും. അതല്ല ഞാൻ പറഞ്ഞത്. പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ രീതിയിൽ അന്വേഷിക്കാം. അതെ ആനന്ദ്, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. പറ ബ്രോ. എടാ, ഓരോ സ്ട്രീറ്റിലും ഒരു ക്യാമറ വെച്ച് ഫിക്സ് ചെയ്താലോ? ഈ കംപ്ലീറ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ലേ? 24/7 നമുക്ക് ഫുൾ ഏരിയ വാച്ച് ചെയ്തോണ്ടിരിക്കാം. ആരാ എന്താ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. നീ എന്ത് പറയുന്നു? എവിടെയൊക്കെ വെക്കണമെന്ന് ഞാൻ പറയാം. ഡീൽ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, പെർഫെക്റ്റ്. ശരി, വാ. പെട്ടെന്ന് ക്യാമറ ഫിക്സ് ചെയ്യാൻ ആരെങ്കിലും വന്നാ പെട്ടെന്ന് ചെയ്യടാ. ഞങ്ങൾ നോക്കുന്നുണ്ട്. വേഗം ഫിക്സ് ചെയ്തിട്ട് ഇറങ്ങണം. മതി മതി, വാ ഇറങ്ങ. ഇത് ഫസ്റ്റ് ക്യാമറ, സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഓക്കെ അല്ലേ? ഓക്കെ, 4 സ്ട്രൈറ്റ് ഓക്കെ അല്ലേ? പെർഫെക്റ്റ്. ആ 4ാമത്തെ ക്യാമറ മാത്രം ഒന്ന് കാണിച്ചേ. എല്ലാം കറക്റ്റാടാ. ഇത് മേലത്തെ തെരുവ്. ഓക്കെ. ഇത് പഞ്ചായത്ത്. ഇത് താഴത്തെ തെരുവ്. സൂപ്പർ. ഇനി ആരെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് കാണാലോ. പാമ്പ്. എന്ത്? കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പോണ നരിയല്ല പാമ്പാണെന്നോ? പാമ്പിനെ കണ്ടപോലെ തോന്നുന്നുണ്ടല്ലോ. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എടാ, ഇവിടെ നോക്കിയേ. ഇയാളെ ഇത് നരിയൊന്നുമല്ല, ഏതോ കള്ളന്മാര് ചെയ്യുന്ന പണിയാ. ഇയാ ആ 4ാമത്തെ ക്യാമറ നോക്കിയേ. ഇത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അല്ലേ? ആ തെരുവിനല്ലേ ഇത്? അതെ അതെ. നീ വാടാ, പോയി നോക്കാം. നോക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രമല്ല, പരിഹാരം പറഞ്ഞു കൊടുക്കും. അങ്ങോട്ട് പിടിക്കുന്ന
എടാ അവിടെ നിൽക്കാൻ. ഈ അവസാന കുട്ടിയെ നീ എടുത്തുകൊള്ളുമുണ്ടോ? കുഞ്ഞുങ്ങളെ നിങ്ങൾ അല്ലടാ എടാ, നീ തിരിച്ചു വന്നു വിചാരിച്ചപ്പോ നാട് വെച്ചിട്ടാണോ വന്നത്? നീ നാട്ടിൽ നിന്ന് കാണാതെ കുഞ്ഞുങ്ങളെല്ലാം നീയെ കൊണ്ടുപോയതല്ലേ? ആ കുഞ്ഞിനെ തള. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. പോകുന്നില്ലടാ, നീ പറ്റുന്ന നിനക്ക് ദേഷ്യം വന്നാ നിന്നെ മാത്രമല്ലടാ എന്നെ കൊല്ലും. നീ ചാവടാ, നീ ചത്ത് തൊലയും. ഇങ്ങോട്ട് താടാ. നിന്റെ വംശം നശിപ്പിക്കാതെ ഞാൻ വിടും. ഈ കൂട്ടരെ ഒന്നും വിട്ടേക്കരുത്. കണ്ട വെട്ടി കൊന്നേക്കണവന്മാരെ. ഇവര് ചെയ്ത തെറ്റ് ഇവർക്ക് തന്നെ വിനയായി. ഇവരെ ചാക്കിൽ കെട്ടി കാട്ടിക്കൊണ്ടേറി. ശരി 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 ശരി, അങ്ങനെ തന്നെ ചെയ്യണം. ശരി, ഒത്തിരി നന്ദിയുണ്ട് മോനെ. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് കാശിട്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൂടെ ചേർന്നത് അവന്മാരുടെ കയ്യിലേക്ക് കിട്ടിയ തുണ്ടമാക്കി കളയും. മര്യാദയ്ക്കുള്ള പണി ചെയ്ത് ജീവിച്ചാൽ മതിയായിരുന്നു. എല്ലാം നാശമായില്ലേ, മുടിഞ്ഞു. അവന്മാര് വെട്ടി കഷ്ണങ്ങളാക്കിയില്ലേ. മരിച്ച മോന് വേണ്ടി സമാധി കെട്ടാൻ പോവാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും. കെട്ടും കെട്ടും. ഇത് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? അയ്യോ, ഞാൻ മടുത്ത് എനിക്ക് നടക്കാൻ മേല. അയ്യോ, എനിക്ക് വയ്യ. അയ്യോ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് നമുക്ക് പോകണം. വാ, നമുക്ക് പോകാം. കണ്ടില്ലേ എന്റെ കഴിവ്? വെട്ടി തുണ്ടം തുണ്ടാക്കിയത് ഞാൻ ഒട്ടിച്ചെടുത്തില്ലേ? ഈ നാട്ടുകാരുടെ വിചാരം ഞാൻ എവിടെയെങ്കിലും ഓടി ഒളിച്ചെന്നായിരിക്കും. അവന്മാരോടൊക്കെ ചെന്നൊന്ന് പറയേ, എന്റെ മകൻ തിരിച്ചു വന്നെന്ന്. 1000 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്നെന്ന് പറയേ. മരിച്ചുപോയവര് പ്രേതമായിട്ട് തിരിച്ചു വരും. പക്ഷെ ഞാൻ ജീവനോടെ തന്നെ തിരിച്ചു വന്നു. ഈ ഗ്രാമത്തെ വേട്ടയാടാൻ പോകുന്നു. ഭവാനി, ഭവാനി,
ഭവാനി കുഞ്ഞെവിടെ? ആ കുഞ്ഞിനെ കാണുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെയാ പോയത്? അച്ഛൻ്റെ അടുത്ത് നോക്കട്ടെ. അച്ഛാ 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 അച്ഛാ, എന്താ കുഞ്ഞിനെ എടുത്തായിരുന്നോ? ഇല്ല. കുഞ്ഞിനെ ഇല്ലേ? കാണുന്നില്ല അച്ഛാ. കുഞ്ഞെവിടെ അച്ഛാ? അത് ഭൂതം വന്ന് എടുത്തോണ്ട് പോയി. എന്ത്? എന്താ പോകണ്ടടുത്തേക്ക് പോയെന്നോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്നെ വെട്ടി തൊണ്ടാക്കും ഞാൻ. ഹേയ്, കുഞ്ഞെവിടെ? ആരെ വിട്ടോന്ന് ഈ പറയുന്നത്? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കൊച്ചിനെ ആ വരുന്നുണ്ട് വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഒറ്റടത്തിനും വിടരുത്. നിന്നെയൊക്കെ കൊന്നല്ലോടാ. നിനക്ക് പിന്നെ വന്നല്ലേ? എന്റെ മോന്റെ അവതാരം കാണ്. മരിച്ചവനെ ജീവനോടെ കണ്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ? നന്ദിയേട്ട നായേ, എന്റെ കൊച്ചിനെ തിരിച്ചതാടാ. നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടാം. എന്ത്? നീ എന്നോട് ക്ഷമിക്കാവുന്നോ? ഞങ്ങള് മരണത്തെ ജയിക്കുന്നവരാണ്ടാ. ഈ കുഞ്ഞിനെ ബലി കൊടുത്തതും എന്റെ മകൻ ഉയരത്തിലേക്ക് പോകടാ. മേലെ മേലെ ആർക്കും തൊടാൻ കഴിയാത്ത ഉയരത്തിലേക്ക് പോകും. എന്ത് സ്വത്താ ഉള്ളതെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? ഇനി ഈ ലോകം തന്നെ അവന്റെ സ്വത്താണ്ടാ. ഇനി അവന്റെ കാൽ കീഴിലാണ്ടാ എല്ലാം. കാണ് കാണ്, കണ്ട് സന്തോഷിക്കടാ. എടാ നന്ദിയില്ലാത്തവനെ, നിന്നൊന്ന് കൊല്ലൂടാ. അന്ന് എന്റെ മോൻ കെഞ്ചിയപ്പോ നീ നോക്കി നിന്നില്ലേ? ഇനി നീ കരയടാ. കരയേ. നീ കരയുന്ന ശബ്ദം എനിക്ക് കാതിൽ കൂടെ തലയിൽ കേൾക്കണോടാ. വിടടാ, എന്റെ കുഞ്ഞിനെ കാണാ. ഇന്ന് നീ വരുന്ന അമാവാസിക്ക് നിന്റെ കുഞ്ഞ് ഇതൊക്കെ കണ്ടിട്ട് നിന്റെ അച്ഛനും ചാകും. അമ്മേ ദേവി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കുക. ആദിപരാശക്തി, ആദിപരാശക്തി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കുക. അമ്മേ മഹാമായേ, അമ്മേ ദേവി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാമേ. എങ്ങനെയെങ്കിലും ഈ ദുഷ്ടന്മാരിൽ നിന്ന് എന്റെ കുഞ്ഞിനെ രക്ഷിക്കമ്മ. നിന്നെ ഒരാൾക്ക് രക്ഷിക്കാൻ കഴിയില്ല. ചാവ്. ഭവാനി മോളെ.